കാന്തല്ലൂരിൽ ജനവാസ മേഖലയിൽ കാട്ടാനകളെ തുരത്തുന്ന വനം വകുപ്പിന്റെ ദൗത്യം തുടരുന്നു. നിലവിൽ ജനവാസ മേഖലയിൽ 9-ലേറെ കാട്ടാനകൾ ഉള്ളതായി വിവരമുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം കണ്ടത് 5 കാട്ടാനകളെ മാത്രമാണെന്നാണ് വനം വകുപ്പ് അധികൃതർ പറയുന്നത്. ആനകളെ തുരത്തുന്ന നടപടികൾ ആരംഭിച്ചതിനാൽ പ്രദേശത്തെ സ്കൂളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകി. കാന്തല്ലൂരിലെ ജനവാസ മേഖലകളിൽ നിന്നും തുരത്തിയിട്ടും മാറാതെ കാട്ടാനകൾ അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ദൗത്യസംഘത്തിന്റെ പരിശ്രമം കഴിഞ്ഞ ദിവസം വൈകിയും തുടർന്നു. മറയൂർ DFAയുടെ നേതൃത്വത്തിൽ കാന്തല്ലൂർ റേഞ്ച് ഓഫീസർ റെഗുലാരിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ദൗത്യം തുടരുന്നത്. വനം വകുപ്പ്, RRT സംഘം, പഞ്ചായത്ത്, ജനകീയ സമിതി എന്നിവർ സംയുക്തമായാണ് ദൗത്യം തുടരുന്നത്. കഴിഞ്ഞ ദിവസം ഗുഹനാഥപുരം ഭാഗത്ത് കണ്ട 3 കാട്ടാനകളെ ഓടിച്ചെങ്കിലും വനാതിർത്തി കടത്തിവിടുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ദൗത്യം സജീവമായി തുടരുകയാണ്. ജനവാസ മേഖലയിൽ 9 ആനകളെയാണ് നിരീക്ഷിച്ചിരുന്നെങ്കിലും 3 ടീമുകളായി 73 അംഗങ്ങൾ തിരച്ചിൽ നടത്തിയെങ്കിലും 3 കാട്ടാനയെ മാത്രമാണ് കണ്ടെത്തുവാൻ കഴിഞ്ഞതെന്ന് വനം വകുപ്പ് അധികൃതർ പറഞ്ഞു. കാന്തല്ലൂർ മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ തമ്പടിച്ചിരിക്കുന്ന ആനകളെ വനത്തിലേക്ക് കയറ്റിവിടുന്നതിനുള്ള ദൗത്യം തുടരുകയാണ്. കാന്തല്ലൂർ പഞ്ചായത്ത്, കാന്തല്ലൂർ ജനജാഗ്രത സമിതി, മറയൂർ സാനിറ്ററി ഡിവിഷൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ദൗത്യം നടത്തുന്നത്. ആനകളെ തിരികെ ചിന്നാർ വനത്തിൽ എത്തിക്കുന്നത് വരെ ദൗത്യം തുടരും. കാന്തല്ലൂർ നിവാസികളെല്ലാവരും തന്നെ ദൗത്യത്തോട് സഹകരിക്കുന്നുണ്ട്. കാന്തല്ലൂർ മേഖലയിലെ കാട്ടാന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 3 ദിവസക്കാലമായി നടന്നുവരുന്ന രാപ്പകൽ സമരത്തിന്റെ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ പ്രകാരമുള്ള നടപടികളുടെ ഭാഗമായാണ് ദൗത്യം തുടരുന്നത്. ജനവാസ മേഖലയിലും കൃഷിയിടങ്ങളിലും തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടത്തെ കാടിനുള്ളിലേക്ക് പൂർണ്ണമായും കടത്തിവിടുമെന്നും വനം വകുപ്പ് അധികൃതർ അറിയിച്ചു. വനാതിർത്തിയിൽ സംരക്ഷണ വേലി ഉടനടി സ്ഥാപിക്കും. വനത്തിനുള്ളിൽ തന്നെ വന്യജീവികൾക്ക് തീറ്റയും കുടിവെള്ള സൗകര്യവും ഉറപ്പാക്കും. വനാതിർത്തികളിൽ വച്ച് തന്നെ കാട്ടാനകളെ പ്രതിരോധിക്കാൻ വാച്ചർമാരെ നിയമിക്കും. സൗരോർജ വേലികൾക്ക് ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്തുമെന്നും വനം വകുപ്പ് ഉറപ്പ് നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ, മറയൂർ.